കണ്ണൂർ കണ്ണപുരത്ത് ബിജെപിയുടെ കൊടിമരം സിഐയുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചതിനെതിരെ നിയമ നടപടിയുമായി ബിജെപി നേതൃത്വം. കൊടിമരം നീക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും ബിജെപി സിപിഎം സംഘർഷം ഉണ്ടാക്കാനാണ് സിഐ ശ്രമിച്ചതെന്നും ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളോ ബോർഡുകളോ എടുത്തു മാറ്റണമെങ്കിൽ അതിന് കൃത്യമായ അറിയിപ്പ് നൽകേണ്ടതാണ്. മാത്രമല്ല, നടപടികൾ സ്വീകരിക്കേണ്ടത് പട്ടാപ്പകലാകണം. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇരുട്ടിന്റെ മറവിലെത്തിയാണ് കണ്ണപുരം സിഐ ബിജെപിയുടെ കൊടിമരം നശിപ്പിച്ചത്. ഇത് ബിജെപി സിപിഎം സംഘർഷം ലക്ഷ്യമിട്ടാണെന്നും പ്രവർത്തകർ ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്നും നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ചോദിക്കുന്നു. സംഘർഷങ്ങൾ ഒഴിവാക്കേണ്ട പോലീസ് തന്നെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണപുരം SHO ബാബുമോഹൻ കാണിച്ചിരിക്കുന്നത് അവിടെ CPM-ഉം BJP-യും തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പൊതുസ്ഥലത്തല്ല പതാക ഉയർത്തിയിരിക്കുന്നത്, സ്വകാര്യ സ്ഥലത്താണ്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഞങ്ങൾ പതാക ഉയർത്തിയിരിക്കുന്നത്. ഇദ്ദേഹം SHO ആയതിനു ശേഷം കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം BJP-ക്കെതിരെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പുലർത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം CPM പ്രവർത്തകനായിരുന്നു സർവീസിൽ കയറുന്നതിന് മുമ്പ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ CPM-ന്റെ പ്രാദേശിക നേതാക്കളാണ്. ഇദ്ദേഹം പല അവസരങ്ങളിലും CPM-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇൻഡയറക്റ്റായി പരോക്ഷമായി ഇദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പലക്കെ ആരോപണമുണ്ട്, ആക്ഷേപമുണ്ട്. BJP-യുടെ കൊടിമരം നീക്കിയ CI തൊട്ടപ്പുറത്തുള്ള CPM-ന്റെ കൊടിമരം തൊടാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CIയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും DGP-ക്കും പരാതി നൽകുമെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ വ്യക്തമാക്കി. ജനം, കണ്ണൂർ.